ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ എന്നൊരു പാട്ടുണ്ട് മലയാളത്തിൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷനോടും സർക്കാരിനോടും ഇതുതന്നെയാണ് ചോദിക്കാനുള്ളത്. ജോലി കാത്തിരിക്കുന്ന ആയിരങ്ങളെ ആശ കൊടുത്ത് പറ്റിക്കണോ എന്ന്. 1ാം റാങ്ക് ജേതാവിന് പോലും നിയമനം ലഭിക്കാതെ പല PSC റാങ്ക് ലിസ്റ്റുകളും അന്ത്യശ്വാസം വലിക്കുകയാണ്. ഒഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ഈ പ്രഹസനമെന്നാണ് കേരളത്തിലെ യുവാക്കൾക്ക് ചോദിക്കാനുള്ളത്. കാണാം നട്ടാൽ കുരുക്കാത്ത PSC പട്ടിക. വിജ്ഞാപനത്തിന് വേണ്ടിയുള്ള അനിശ്ചിതമായ കാത്തിരിപ്പ്, അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഉറക്കമിളച്ചുള്ള പഠനം, പരീക്ഷ കഴിഞ്ഞാൽ ഫലമറിയാനുള്ള കാത്തിരിപ്പ്, ഷോർട്ട് ലിസ്റ്റിന്റെ അനിശ്ചിതാവസ്ഥ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ആയാൽ ആശ്വാസമെന്ന് കരുതാറായോ? ഇല്ല. ഇനിയാണ് യഥാർത്ഥ ടാസ്ക്. വിവരാവകാശം വഴി ഒഴിവുകൾ മനസ്സിലാക്കി അത് വകുപ്പുകളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിക്കാനുള്ള തത്രപ്പാട്. ഇത്രയൊക്കെ കഴിഞ്ഞാലും നിയമനമായാലായി. ഇതാണ് PSC വഴി ജോലി കാത്തിരിക്കുന്ന ഒരു ശരാശരി ഉദ്യോഗാർത്ഥിയുടെ ജീവിതം. എന്നിട്ടും 1ാം റാങ്ക് ലഭിച്ചവർക്ക് പോലും നിയമനമില്ലാതെ ആവിയായി പോകുന്ന റാങ്ക് ലിസ്റ്റുകൾ നിരവധി. അതിലൊന്നാണ് അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടിക. 2023 നിലവിൽ വന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഉറുദു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചു. 1ാം റാങ്ക് നേടിയ മലപ്പുറം സ്വദേശി M റഷീദയ്ക്ക് പോലും നിയമനം ലഭിച്ചില്ല. ഈ 2026 ഫെബ്രുവരി 7 ലിസ്റ്റ് 3 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. 2-3 വർഷമായിട്ട് നിരന്തരം നമ്മൾ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമനം നടക്കാൻ വേണ്ടിയിട്ട് ഹയർ എഡ്യൂക്കേഷനിലും ബന്ധപ്പെട്ട വകുപ്പുകളിലും PSCയിലും എല്ലായിടത്തും നമ്മൾ പോയിട്ടുണ്ട്. ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തു. അപ്പോൾ അതിനൊന്നും ഒരു ഫലം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇസ്ലാമിക് ഹിസ്റ്ററി, ഫിലോസഫി, സോസിയോളജി വിഭാഗങ്ങളിലും അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിലെ 1ാം സ്ഥാനക്കാർ പടിക്ക് പുറത്താണ്. നിയമന സാധ്യതയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ വളരെ വ്യക്തമല്ലാത്ത മറുപടികളാണ് കിട്ടുന്നത്. അപ്പം ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങൾ 22 പേരോളം മെയിൻ ലിസ്റ്റിൽ തന്നെയുള്ളവരാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതിനൊന്നും ഒരു ഉത്തരവില്ല. അതൊക്കെ വെറുതെ ആയിപ്പോയി. ഇനി ഏതാനും 20 ദിവസം കൂടി മാത്രമാണ് റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത്. ഇതുവരെ എനിക്ക് അഡ്വൈസ് വന്നിട്ടില്ല. ബിരുദം, ബിരുദാനന്തര ബിരുദം, B.Ed, MPhil, PhD, അധ്യാപക യോഗ്യതാ പരീക്ഷ ഇതൊക്കെ കഴിഞ്ഞ പ്രതിഭാധനരെയാണ് PSC പരീക്ഷ നടത്തി അധികാരികൾ പറ്റിക്കുന്നത്. ഇതൊറ്റപ്പെട്ടതല്ല. LP സ്കൂളിലേക്കുള്ള അധ്യാപക നിയമനവും സ്തംഭനാവസ്ഥയിലാണ്. ലിസ്റ്റ് വന്ന് 1 വർഷമാകാറായിട്ടും 8 ജില്ലകളിൽ ഒരാൾക്ക് പോലും നിയമന ഉത്തരവ് ലഭിച്ചിട്ടില്ല. ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നും അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് 2025 മെയ് 30 അവസാനിച്ചതാണ്. എന്നിട്ട് പോലും ആ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഈ 30 ശേഷവും അഡ്വൈസ് പോയി. അവർക്ക് ഇനിയും അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല. അഡ്വൈസ് മാത്രമാണ് PSCന്ന് പോയിട്ടുള്ളത്. അപ്പോയിൻമെൻ്റ് ആവാതെ അവരും ബാലൻസ് നിൽക്കുകയാണ്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിലുള്ളവർക്കും അഡ്വൈസ് പോയിട്ടുള്ളവരും ഇതുവരെ അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല. പക്ഷേ അഡ്വൈസ് 1ാം റാങ്കുകാരൻ പോലും 8 ജില്ലയിൽ 1ാം റാങ്കുകാരന് പോലും ഇതുവരെ അപ്പോയിൻമെൻ്റ് ആവാതെ നിൽക്കുകയാണ്. അപ്രഖ്യാപിത നിയമന നിരോധനമെന്ന ആരോപണം ഉയരുമ്പോഴെല്ലാം നിയമന ശുപാർശയുടെ കണക്ക് നിരത്തി സർക്കാർ പ്രതിരോധിക്കും. രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയത് ഈ സർക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കൂടി മുഖ്യമന്ത്രി നിയമസഭയിൽ അവകാശപ്പെട്ടു. പക്ഷേ കണക്കുകളിൽ പലതും ഊതി വീർപ്പിച്ചതാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ വിമർശിക്കുന്നു. മാത്രമല്ല, ഒഴിവുകളില്ലാത്ത തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് പരീക്ഷ നടത്തി നിയമനം നടത്താതിരിക്കുന്നത് എന്ത് പ്രഹസനമെന്ന ചോദ്യത്തിന് അധികാരികൾക്ക് ഉത്തരമില്ലതാനും. ഓരോ പരീക്ഷ നടത്താനും ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവിടുന്നത് എന്നതുകൂടി ഓർക്കണം. പെരുപ്പിച്ച് റാങ്ക് ലിസ്റ്റുകൾ കാട്ടി കൊതിപ്പിച്ച ശേഷം സെക്രട്ടേറിയറ്റ് പടിക്കൽ മുട്ടിലിഴഞ്ഞും പിച്ചച്ചട്ടിയെടുത്തും സമരം ചെയ്യാൻ നമ്മുടെ യുവാക്കളെ തള്ളിവിടേണ്ടതുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.